ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഡോക്ടറെ കാണാനായി ചെന്നിരിക്കുന്ന അർച്ചനയും സച്ചിയുമാണ്. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ അബോർഷന് സാധ്യത കൂടുതലാണെന്നും ഡോക്ടർ അവരോട് പറയുകയാണ്. അങ്ങനെ അവർ ഡോക്ടറെ കാണിച്ച് തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ മുറിയിലേക്ക് സ്വീറ്റ്സുമായിട്ട് ചെല്ലുന്ന അർച്ചനയാണ്. ഇതൊരു വലിയ വിജയമായിട്ടായിരിക്കും നീ ഇപ്പോൾ കാണുന്നത്. ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഈ വീട്ടിൽ ഒരു കുഞ്ഞു കൂടി ജനിക്കാൻ പോകുന്നു. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്നു, അത്ര തന്നെയെന്ന് അർച്ചന പറയുമ്പോൾ, നീ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയാണല്ലോ ഇവിടെ എല്ലാവരും കാത്തിരുന്നത്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് അവന്തിക പറയുന്നു. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും ഫലം കിട്ടുമെന്ന് അർച്ചന പറയുമ്പോൾ, അതെന്താ, ഞാൻ നല്ല മനസ്സോടെയല്ലേ പ്രാർത്ഥിച്ചതെന്ന് അവന്തിക ചോദിക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾ മധുരമെടുക്കാൻ അർച്ചന പറയുമ്പോൾ അവന്തിക ഒരു ലഡ്ഡു എടുക്കുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇത് അബോർഷനാകാനുള്ള സാധ്യത കൂടുതലാ. ഡോക്ടർ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഡോക്ടർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ പ്രാണൻ കൊടുത്തിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചിരിക്കും. എങ്കിലേ ഞാൻ നിനക്കൊരു സമ്മാനം തരുമെന്ന് അവന്തിക പറയുമ്പോൾ, നിങ്ങൾ കുഞ്ഞിൻ്റെ വല്യമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ സമ്മാനം തരണമെന്ന് അർച്ചന പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും ഇനിയിവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. ഈ വീട്ടിലിനി ദുരന്തങ്ങൾ മാത്രമായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാ ദുരന്തങ്ങളുടെയും കാരണം നിന്റെ കുഞ്ഞാണെന്ന രീതിയിൽ ഞാൻ ഓരോന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. അങ്ങനെ അർച്ചന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചനയെ കാത്ത് ധനുഷ് അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവന്തികയെ എന്തുകൊണ്ടും സൂക്ഷിക്കണം. എനിക്ക് അവന്തികയെ നന്നായി തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അർച്ചന എന്തുകൊണ്ടും സൂക്ഷിക്കണമെന്നും ഒക്കെ തന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവര് ജീവനോടെ ഉണ്ടാവുകയില്ല. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് ധനുഷ്. കുറെ നാള് ഞാനും അവളുടെ കൂടെ സഹായിയായി നിന്നതുകൊണ്ട് തന്നെ എനിക്കും ഭയമുണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, സ്നേഹയുടെ കാര്യത്തിൽ വേണം ധനുഷ് കൂടുതൽ ശ്രദ്ധിക്കാൻ. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് അവന്തിക. നീ എൻ്റെ കൂടെ നിന്ന് എനിക്കിട്ട് തന്നെ പണി വെക്കുകയാണല്ലേ? അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലായിരിക്കും. സ്നേഹയുടെ കാര്യത്തിലും അർച്ചനയ്ക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമെന്നും ധനുഷ് പറയുന്നു. സ്നേഹയുടെ കുഞ്ഞിനെയോ എൻ്റെ കുഞ്ഞിനെയോ എന്തെങ്കിലും ചെയ്യാനായി അവരൊരുങ്ങിയാൽ അവരെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, ധനുഷേ, നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിക്കും. അതിനുള്ള പ്ലാൻ എല്ലാം തന്നെ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നതാണ്. മോളെ, നീ പോയി കഴിഞ്ഞാൽ ഈ വീട് ആകെ ഉറങ്ങിയതുപോലെയാണെന്ന് സേതുമാധവൻ പറയുമ്പോൾ, ഞങ്ങള് നാളെ തന്നെ തിരിച്ചു വരാനല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയും സച്ചിയും അവിടെ നിന്നിറങ്ങുന്നു. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അവന്തിക പറയുകയാണ്, ഞാൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി തന്നെയാ കാത്തിരുന്നത്. അർച്ചനെ, നീ പോയിട്ട് വരുമ്പോഴേക്കും ഈ നെല്ലിശ്ശേരി വീട് ഞാൻ എൻ്റേതാക്കി മാറ്റിയെടുത്തിരിക്കും. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയുടെ വീടാണ്. സന്ധ്യ നന്ദനോട് പറയുകയാണ്, നന്ദ, എനിക്കാകെ പേടിയാകുന്നുണ്ട്. എന്നാലേ എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല സന്ധ്യയെ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവന്തിക നേരിട്ട് തന്നെയല്ലേ കണ്ട് മനസ്സിലാക്കിയത്. അത് തന്നെയാണ് എൻ്റെയും പേടി. ഞാൻ നീ അച്ഛൻ്റെ മുന്നിലൊക്കെ എങ്ങനെ വന്ന് നിൽക്കും? വരുന്നതൊക്കെ വരുന്നത് പോലെ തന്നെ വരട്ടെ എന്ന് നന്ദൻ പറയുമ്പോൾ, നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് സന്ധ്യ ചോദിക്കുന്നു. നമുക്ക് ക്ഷേത്രത്തിലും പോകണം, ഔട്ടിങ്ങിനും പോകണമെന്ന് നന്ദൻ പറയുമ്പോൾ, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സന്ധ്യ ചോദിക്കുന്നു. ക്ഷേത്രത്തിൽ പോകുന്നതേ തൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടി തരാൻ വേണ്ടിയാ. ആദ്യം എല്ലാം ഒന്ന് നേരെയാകട്ടെ, എന്നിട്ട് മതി താലി കെട്ടൊക്കെ എന്ന് സന്ധ്യ പറയുന്നു. എനിക്ക് ഡിവോഴ്സ് വന്നിട്ട് അവന്തിക നെല്ലിശ്ശേരിയിൽ നിന്ന് പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, ഇല്ലെന്ന് സന്ധ്യ പറയുന്നു. എന്നാൽ പിന്നെ താൻ ഞാൻ പറയുന്നത് കേൾക്കാൻ നന്ദൻ പറയുമ്പോൾ, എനിക്കൊന്നും കേൾക്കണ്ടെന്നും, ഞാനിപ്പോൾ നന്ദൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഇപ്പം നമുക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ക്ഷേത്രത്തിലും പോയി ഔട്ടിങ്ങിനും പോയിട്ട് തിരിച്ചു വരാമെന്നും സന്ധ്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയുടെ അടുത്തേക്ക് വരുന്ന ധനുഷിനെയാണ് കാണിക്കുന്നത്. ധനുഷിന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ, ഞാൻ പോയിരുന്നെന്നും പോകുന്ന വഴിക്ക് നല്ല മസാലദോശയുടെ മണം അടിച്ചു. അപ്പം ഞാൻ എൻ്റെ സ്നേഹ കൊച്ചിന് അത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ധനുഷ്. തുടർന്ന് ധനുഷ് തന്നെ സ്നേഹയ്ക്ക് അത് വാരി കൊടുക്കുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. എനിക്കും ഒരു കുഞ്ഞുണ്ടായി, അത് മരിച്ചു പോയപ്പോൾ ഒരു വാക്കുപോലും പറയാത്തവനാണിപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക മാറി നിൽക്കുകയാണ്. അതിനുശേഷം അവന്തിക മൂർത്തിയെ വിളിക്കുന്നു. മൂർത്തി ഏതോ ഒരു സിദ്ധൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ സിദ്ധൻ്റെ അടുത്ത് പോയി സ്നേഹയുടെ ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള മരുന്നുമായി എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിയിലേക്ക് എത്തണമെന്ന് അവന്തിക പറയുന്നു. അതിന് ശരിയെന്ന് പറയുകയാണ് മൂർത്തി.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.